Hi all. LGS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്ഷനും. അതായത് LDC എക്സാം ഈ സാറ്റർഡേ നടക്കാൻ പോകുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് അയക്കാറുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ച കൂടെ കിട്ടിയായിരുന്നു, ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴും അതെ, കുറേ പേര് ആലോചിക്കും ഞാൻ കുറച്ച് നേരത്തെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു നേച്ചർ എന്താണ്, എക്സാം അടുത്തെത്തുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ LGSന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ സമയം ഇപ്പോൾ ഉണ്ട്. ആ സമയങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം? അപ്പോൾ ഭൂരിഭാഗം കുട്ടികളും നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്സേ ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ എങ്ങും പഠിച്ചതായിട്ട് എങ്ങും എത്തുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു രീതിയിൽ പല ഉദ്യോഗാർത്ഥികളും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ തന്നെ ഒരു വിശ്വസിക്കുക. അതായത് പഠിച്ചാൽ എനിക്ക് കിട്ടും, ഞാൻ ഈ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു കഴിവിൽ നിങ്ങൾ തന്നെ അങ്ങ് വിശ്വസിക്കുക. ഏറ്റവും നന്നായി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വഴി അത് കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ ആ കറക്റ്റായ മെത്തേഡിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ വീട്ടമ്മമാരൊക്കെ ഈ LGS പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവരുണ്ട്. മിനിമം ഒരു 3-4 hours പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. 6-7 മണിക്കൂറല്ല, 3-4 മണിക്കൂർ. ഞാനിപ്പം റൗണ്ട് ചെയ്ത് 4 hours നിങ്ങൾ പഠനത്തിന് മാറ്റിവെക്കണം. അപ്പോൾ ഈ 4 hours എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ 1 hour SCRT ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മളിപ്പോൾ വരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ SCRT കോപ്പി പേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫാം വർക്കറിൻ്റെ എക്സാം നടന്നു, ക്വസ്റ്റ്യൻ മൊത്തം നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുക. സയൻസ് അതേപോലെ തന്നെ സോഷ്യൽ, ഈ 2 സബ്ജക്റ്റുകൾ SCRT തന്നെയാണ്. ജോഗ്രഫി അത് ഇന്നത്തെ എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലേ ആയിരുന്നു. അപ്പോൾ മാക്സിമം ടെക്സ്റ്റ് ബുക്കിന് പ്രാധാന്യമുള്ളത് കൊണ്ട് 1 hour ടെക്സ്റ്റ് ബുക്ക് ചെയ്തല്ലോ. ദെൻ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. ഒരു 1 hour പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ട് മാറ്റിവെക്കുക. അതായത് അതും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോരാ, അതും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും. ഇപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ സമരം ചമ്പാരം പഠിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫാക്ട്സുകളും നമ്മൾ പഠിക്കുക. 1 hour മാത്സിനായിട്ട് മാറ്റിവെക്കുക. അപ്പം തന്നെ 3 hours നമുക്ക് ഡെയിലി കഴിഞ്ഞു. പിന്നെ ഇതിന് ശേഷം ഇത് 3 നമ്മൾ കഴിഞ്ഞിട്ട് സിലബസ് ഉണ്ട്. ബാക്കി ഒരു 1 hour സിലബസിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്ക് പഠിക്കുക. അങ്ങനെ ഒരു ദിവസം 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുക. എന്നിട്ട് ഈ പഠിക്കുന്നത് എന്തൊക്കെയാണോ അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. അതായത് നമ്മൾ ഇത്ര ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡേറ്റുകളൊക്കെ മാറിപ്പോകുമ്പോൾ ചെറിയൊരു പോക്കറ്റ് ഏരിയയിലോ ചെറിയൊരു പേപ്പറിൽ ഡേറ്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. നമ്മളത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കുക. ആയിട്ട് നമ്മളിങ്ങനെ നോക്കി അതങ്ങ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയിക്കൊള്ളും. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ, അതായത് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ട് ഇത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ 7 o'clock ഞാൻ 7 ഒരു എക്സാമ്പിളാണ് പഠിക്കാൻ തുടങ്ങി. രാത്രി 11 o'clock ആയപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് വീട്ടു ജോലിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് 11 or 12 as per ഈ 4 hours ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവിഷനിലേക്ക്, അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിച്ചു, ഇന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ രാവിലെ തെറ്റിപ്പോയ തെറ്റുന്ന ഡേറ്റുകളൊക്കെ പേപ്പറിൽ എഴുതി വെച്ചതൊക്കെ ഒന്ന് നോക്കിയിട്ട് കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ് കിടക്കുന്നതിന് നമ്മൾ എടുത്ത്, ഇപ്പം ഞാൻ 11 മണിക്ക് കിടക്കാൻ വന്നെങ്കിൽ ആ ഉറങ്ങുന്ന സമയം 11:20 ആക്കുക. ഒരു 20 മിനിറ്റ് കറണ്ട് അഫയേഴ്സിന് മാറ്റി വയ്ക്കുക. 20 minutes കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടില്ലേ, ആ ടോപ്പിക്സ് എല്ലാം ഒന്ന് വായിച്ചിട്ട് വേണം പുതിയ ടോപ്പിക്കിലേക്ക് പോകാൻ. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല, അതുകൊണ്ടാണ് എവിടെ വരെ പഠിച്ചു എന്ത് പഠിച്ചു എന്ന് മനസ്സിലാകാത്തത്. അപ്പോൾ ഇത് നമുക്കപ്പം ഒന്ന് ടിക്കിട്ട് പോവുക, പിറ്റേ ദിവസവും വീണ്ടും പഠിക്കുക. ഇങ്ങനെ ഒരു 4 ദിവസമാകുമ്പോൾ, അപ്പം നമ്മൾ എല്ലാ ദിവസവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ട് കേട്ടോ. 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം ഒന്നും പഠിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5ാമത്തെ ദിവസം റിവിഷനായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ
കൃത്യമായിട്ടൊരു പ്ലാനോട് പോയാൽ എക്സാം എത്തുന്നതിന് മുമ്പ് സിലബസും കവർ ചെയ്ത് കഴിയും. അത്യാവശ്യം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, നമ്മൾ ഈ പറഞ്ഞില്ലേ ഏറ്റവും നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾ ഞാനാണ്, ഈ ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇനിയും നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ അഡ 24/7 മലയാളം ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവുക. അപ്പോൾ അവിടെ അഡ 24/7 മലയാളം എന്ന് കൊടുക്കാം. അവിടെ നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ ഒക്കെ ചെയ്യാം. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ കോഴ്സുകളെല്ലാം കിടക്കുന്നതാണ്. ഇവിടെ നമ്മൾ LGS ബാച്ചാണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോൾ നമ്മുടെ LGSൻ്റെ ബാച്ച് കാണാൻ പറ്റും. റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ചും ദേവസ്വം ബാച്ചും വേരിയസ് എലിജിയസ് ബാച്ച്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ 25-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്ക് റെക്കോർഡഡ് വീഡിയോ ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം 90+ അവേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്കുള്ളത്. 69 ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതായത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ടെസ്റ്റ് സീരീസ് ഇതിനകത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. 399 രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് 1952 രൂപയാണ് കോഴ്സ് ഫീ. കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഫിൽ ഡീറ്റെയിൽസ് കൊടുക്കുക, പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കോഴ്സ് കാണാനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിളിലെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൽ മൈ കോണ്ടന്റിൽ ഈ കോഴ്സ് ഉണ്ട്, വേരിയസ് എലിജിയസിൻ്റെ ബാച്ച്. സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, Y362 Y362. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. താങ്ക്